മേടങ്ങര ദേവസ്വത്തിന് കീഴിൽ 4 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണുള്ളത്. ശാസ്താക്ഷേത്രം, നരസിംഹമൂർത്തി ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം, ശിവക്ഷേത്രം, ഭഗവതി ക്ഷേത്രം. മേടങ്ങര ശാസ്താക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായിട്ടാണ് ശിവക്ഷേത്രവും മഹാവിഷ്ണു ക്ഷേത്രവും നരസിംഹമൂർത്തി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. മേടങ്ങര നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട വഴിപാടായിട്ട് വരുന്നത് നാഴിയും പിടിയും പാനകവുമാണ്. 30 ബുധനാഴ്ചകളിലാണ് അവിടെ നാഴിയും പിടിയും പ്രധാനപ്പെട്ട വഴിപാടായി നടത്തിപ്പോരുന്നത്. ഒരു നാഴി അരിയും ഒരു പിടി അരിയും കൂടി കൂട്ടിയതാണ് നാഴിയും പിടിയും. അത് ഭക്തജനങ്ങൾ കാര്യസാധ്യത്തിനായി അവിടെ ഈ വഴിപാട് നടത്തിപ്പോരുന്നതാണ്. പാനകം പ്രധാനപ്പെട്ട ഒരു ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് നടത്തിപ്പോരുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 30 വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഒരു മഹാവിഷ്ണുവിൻ്റെ വഴിപാടുകൾ നടത്തിപ്പോരുന്നത്. അവിടെ പാൽപ്പായസം, കദളിപ്പഴം നിവേദ്യം, ത്രിമധുരം, പിന്നെ നിർമ്മാല ചുറ്റുവിളക്ക്, ഇത്രയും ദിവസപൂജകൾ, ഇത്രയും വഴിപാടുകളാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. ശിവക്ഷേത്രത്തിൽ അഭിഷേകപ്രിയനായ ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, പിന്നെ പ്രദോഷങ്ങൾ പൂജയ്ക്ക് പ്രദോഷ ദിവസം പ്രദോഷ പൂജ, ഇളനീരഭിഷേകം, ഇത്രയും വഴിപാടുകളാണ് ശിവക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. ഈ വഴിപാടുകളെല്ലാം വളരെ പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ക്ഷേത്രമായതിനാൽ 1400 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമായതിനാൽ നാനാഭാഗത്തു നിന്നും വളരെയധികം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കാനും എല്ലാം എത്തിച്ചേരാറുള്ളതാണ്. ഭക്തജനങ്ങളുടെ ഏത് തടസ്സങ്ങളും നീക്കുന്നതിനും എല്ലാം ഇവിടെ പ്രാർത്ഥിച്ച് ഫലം കിട്ടിയിട്ടുള്ള ഭക്തജനങ്ങൾ വീണ്ടും ഇവിടെ എത്തിച്ചേരാറുണ്ട്. കൂടാതെ ഈ ശാസ്താക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ഭദ്രകാളി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മേടങ്ങര ദേവസ്വത്തിന് കീഴിൽ തന്നെയാണ് വരുന്നത്. അവിടെ ഈ ഭദ്രകാളിക്ക് പുറമെ ഉപദേവന്മാരായി ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നിവരുണ്ട്. ഈ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ ഉള്ളതുകൊണ്ട് അവിടെ മകരം 1 കാവടിയാട്ടത്തോടെയുള്ള ഒരു താലപ്പൊലി ആഘോഷിക്കുന്നുണ്ട്. ഭഗവതിക്കും അന്ന് താലപ്പൊലിയാണ്. അന്ന് ഭഗവതിക്ക് വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ പറയെടുപ്പും, നാടുകളിൽ പോയി പറയെടുപ്പും എഴുന്നള്ളിപ്പും 2 നേരം എഴുന്നള്ളിപ്പുണ്ട്. കളയത്തുപാട്ടും അന്ന് നടത്തി വരുന്നുണ്ട്. വെളിച്ചപ്പാടിന് നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് കടുംപായസമുണ്ട്. പിന്നെ പുഷ്പാഞ്ജലികളും ഭഗവത് സേവയും എല്ലാം വഴിപാടുകളായി നടത്തി വരുന്നുണ്ട്. എല്ലാ ഈ ക്ഷേത്രങ്ങളെല്ലാം കൂടി എല്ലാം ദർശിക്കാനായി നാനാവിധ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതാണ് ഇവിടെ.